ഇപ്പോൾ ഷിരൂരിൽ നിന്നും ഈ മൂന്നാം ദൗത്യം നടക്കുമ്പോൾ 72-ാം ദിനം അർജുനെ കാണാതായി 72-ാം ദിനം ഇപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുകയാണ്. ഗംഗാവലി പുഴയിൽ നിന്നും അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അതിൽ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. ആ നടപടികളൊക്കെ ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ്. ഷിരൂരിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു വശത്ത് തെരച്ചിൽ ഇപ്പോഴും നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. മറുവശത്ത് ആ ലോറിയുടെ ക്യാബിനിൽ നിന്നുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ. ഇപ്പോൾ കാണുന്നത് ഒരു വശത്ത് അർജുന്റെ വീട്ടിൽ നിന്നുള്ളതാണ്. ആ ബന്ധുക്കളും എല്ലാവരും, അച്ഛനും അമ്മയും ഭാര്യയും എല്ലാവരും ഇപ്പോൾ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത്രത്തോളം വലിയ വേദനയിലാണ് അവർ എന്നുള്ളതും നമുക്കറിയാം. ഷിരൂരിലേക്ക് പോകാം. ഷിരൂരിൽ ഇപ്പോൾ KB ശ്രീധരനും സാരംഗുമാണ് നമ്മളോട് വിവരങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ശ്രീധരനിലേക്കാണ്. ശ്രീധരൻ, നമ്മളിപ്പോൾ അർജുന്റെ വീട്ടിലെ അവസ്ഥയൊക്കെ കണ്ടു. അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരുതരം മരവിപ്പായിരിക്കും. കാരണം ആ തുടക്കം മുതൽ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഓരോരുത്തർക്കും അത്രത്തോളം വലിയ വേദനയുണ്ട് എന്നറിയാം. എന്തായാലും നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇനി നടപടിക്രമങ്ങളാണ്. അതെങ്ങനെ മുന്നോട്ട് പോകും? വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ അവിടെ? പൂജ, ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്, നടപടിക്രമങ്ങൾ എന്നുള്ളത്, ഒന്ന് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം DNA പരിശോധന തന്നെയാണ്. അതിനുവേണ്ടിയുള്ള സാമ്പിളുകളൊക്കെ നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് അർജുന്റെ ബന്ധുക്കളുടെ സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ കിട്ടിയ ഈ മൃതദേഹ ഭാഗങ്ങളുമായി മാച്ചിങ് ആണോ എന്നുള്ള കാര്യം അറിയണം. അത് കൃത്യമായിട്ട് DNA പരിശോധനയിലൂടെ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ആ നടപടിക്രമങ്ങളാണ് അടുത്തതായിട്ടുണ്ടാവേണ്ടത്. അതുപോലെ തന്നെ സാധാരണയായി അസ്വാഭാവിക മരണമുണ്ടായാൽ ചെയ്യുന്ന പോലെ തന്നെ അതിന് കേസെടുക്കണം, ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. ഈ ബന്ധുക്കളുടെയൊക്കെ അപേക്ഷ അനുസരിച്ച് ഈ സാമ്പിളുകൾ കളക്ട് ചെയ്ത ശേഷം മൃതദേഹം വിട്ടുകൊടുക്കണം. ഈ നടപടിക്രമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ഏതായാലും ഇപ്പോൾ ആ ശരീരഭാഗങ്ങൾ ബോട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിനി പുറത്ത് കൊണ്ടുവന്ന് കരയിലേക്ക് എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെ ചെയ്ത്, അതാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ. ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ആ ക്രെയിൻ ഉപയോഗിച്ച് ഈ ക്യാബിൻ ഉയർത്തുന്നുള്ള ശ്രമങ്ങളൊക്കെ വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അത് കൊളുത്തി ക്യാബിൻ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒന്നുകൂടി ഡ്രഡ്ജറിന്റെ ആങ്കർ മാറ്റിയുള്ള പരിശോധനയാണ്, അല്ലെങ്കിൽ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, നേരത്തെ ആങ്കർ ചെയ്ത ഭാഗത്ത് നിന്ന് ഇത് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് വിജയം കാണാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും അതിനാലാണ് ആങ്കർ മാറ്റി ഡ്രഡ്ജറിന്റെ നങ്കൂരം മാറ്റിക്കൊണ്ടുള്ള വീണ്ടുമുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഏതാണ്ട് പൂർണ്ണമായ തോതിൽ ഉയർത്തിയിരുന്നു നേരത്തെ ലോറിയുടെ ക്യാബിൻ ഭാഗം. പിന്നീട് അത് താഴേക്ക് പോവുകയും അത് ഉയർത്തി കൊണ്ടുവരികയും ചെയ്തിരുന്നു. പക്ഷെ അത് വീണ്ടും താഴേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഏതായാലും ആങ്കർ ചെയ്ത് മാറ്റിക്കൊണ്ട് ഇപ്പോൾ വീണ്ടും അത് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഇനിയും വരേണ്ടിയിരിക്കുന്നു. MLA ഉണ്ട്, കളക്ടറുണ്ട്, MLA ഉണ്ട്, SP ഉണ്ട്, അവരൊക്കെ സ്ഥലത്തുണ്ട്. അതുപോലെ തന്നെ പോർട്ട് അധികൃതരുണ്ട്, ഡ്രഡ്ജിംഗ് കമ്പനി ഉടമകളുണ്ട്, ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. ഇവരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഏകോപനമൊക്കെ ഇക്കാര്യത്തിൽ നടക്കുന്നുമുണ്ട്. നടപടികൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല എന്ന് നേരത്തെ തന്നെ ഈ MLA ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് തന്നെ, നേരത്തെ AK അഷ്റഫ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ MLA നേരിട്ട് തന്നെ ഈ നടപടികൾക്ക് വേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെയൊക്കെ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. ലോറി ഉടമ മനാഫിന്റെ ഒരു പ്രതികരണം, അതിവൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അല്പസമയം മുൻപ് നമ്മൾ കേട്ടിരുന്നു. പലരും പറഞ്ഞു ഇത് ഇട്ട് പൊക്കൂടെ എന്ന്. പക്ഷേ ഇട്ട് പോവാൻ തോന്നിയില്ല. വീട്ടുകാർക്ക് നൽകിയ ഒരു ഉറപ്പായിരുന്നു കൊണ്ട് ചെല്ലും എന്നുള്ളത്. അതിനുള്ള ഒരു പരിശ്രമം തന്നെയാണ്. എത്രയെത്ര വിമർശനങ്ങൾ കേട്ടാലും അതിനുള്ള പരിശ്രമം തന്നെയാണ് ഇത്രയും ദിവസം നടത്തിയത്. അതിനൊടുവിൽ തന്നെയാണ് ഇപ്പോൾ 72-ാം ദിവസം, അതായത് ഈ അപകടം ജൂലൈ 16-നാണ് നടക്കുന്നത്. അതിനുശേഷം 72-ാം ദിവസം ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇക്കാര്യത്തിൽ നമുക്കൊരു അനുകൂലമായിട്ടുള്ള യാതൊരു സൈനും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല. ഈ ദൗത്യം തുടങ്ങിയത് 4-ാം ദിവസമാണ്, ഇന്ന് 5-ാം ദിവസമാണ്. ഇന്ന് 4 ദിവസവും പോസിറ്റീവായിട്ട് ഒരു കാര്യവും നമുക്ക് ലഭിച്ചില്ല. ഏതായാലും 5-ാം ദിവസം
രാവിലെ നമ്മൾ ഈ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെയാണ് ഈ രണ്ടാം ഘട്ടത്തിന്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഏതാണ്ട് ഇതിന്റെ ഭാഗം ലൊക്കേറ്റ് ചെയ്തത്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മാർക്ക് ചെയ്ത, അതുപോലെ തന്നെ നേവിയും മാർക്ക് ചെയ്ത ആ ഒരു പ്രദേശത്ത് തന്നെയാണ് കിട്ടിയത്. കോണ്ടാക്ട് പോയിന്റുകളായി ഏതാണ്ട് 4 സ്ഥാനങ്ങൾ നടത്തിയിരുന്നു. ഇതിൽ കരയിൽ നിന്ന് ഏതാണ്ട് 30 മീറ്റർ മാറിയുള്ള ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഭാഗം, ഈ ക്യാബിൻ ഭാഗം ലഭിച്ചത്. അതിങ്ങനെ 4 കോണ്ടാക്ട് പോയിന്റുകളിലും പരിശോധനകൾ നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ 3ലും 4ലും ഒക്കെ പരിശോധന നടത്തി. അതിൽ യാതൊരു റിസൾട്ടും ഉണ്ടായില്ല. അങ്ങനെയാണ് ഇന്ന് രണ്ടാം പോയിന്റിലേക്ക് എത്തിയത്. ആ രണ്ടാം പോയിന്റിലേക്ക് എത്തി മണിക്കൂറുകൾക്കകം തന്നെ ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ, സെൻസ് ചെയ്യാൻ സാധിച്ചു. ഈ ഡ്രഡ്ജിംഗ് കമ്പനിയിലെ മുങ്ങൽ വിദഗ്ധരുടെ സംഘം രാവിലെ തന്നെ അത് കൂടുതൽ മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി ക്രെയിനുമായി ഘടിപ്പിച്ചു വെച്ചിരുന്നു. ഉച്ചയ്ക്ക് ഈ തിരയുടെ ഒരു ശക്തി കുറഞ്ഞ ഒരു സമയം നോക്കിയാണ് ഇപ്പോൾ ഇത് ഉയർത്താനുള്ള നടപടികളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.